വയനാട് മാനന്തവാടിയിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീയെ കടുവ കൊന്നു തിന്നു. വനവകുപ്പ് താൽക്കാലിക വാച്ചർ അപ്പച്ചന്റെ ഭാര്യ രാധയാണ് കടുവ കടിച്ചു കൊന്നത്. വനഭാഗത്ത് കാപ്പി പറിക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത്. മൃതദേഹവുമായി നാട്ടുകാർ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു. കടുവയെ പിടികൂടാനായില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറങ്ങി. മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലിയിൽ വനമേഖലയോട് ചേർന്നാണ് ആദിവാസി യുവതിയെ കടുവ കടിച്ചുകൊന്നത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. വനമേഖലയിൽ പരിശോധന നടത്തുകയായിരുന്ന തണ്ടർബോൾട്ട് സംഘമാണ് മൃതദേഹം കണ്ടത്. കാപ്പിത്തോട്ടത്തിലേക്ക് പോകുന്നതിനിടെ കടുവ ആക്രമിച്ചതായാണ് വിവരം. മൃതദേഹം വനത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. മരണവിവരം അറിഞ്ഞതോടെ നാട്ടുകാർ തടിച്ചുകൂടി. പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സ്ഥലത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. സംഭവസ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിനെതിരെയും പ്രതിഷേധമുയർന്നു. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നും കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിട്ടുനൽകാതെയായിരുന്നു പ്രതിഷേധം. ആവശ്യമെങ്കിൽ കടുവയെ വെടിവെക്കുമെന്നും വെടിവെച്ചോ കൂടുവെച്ചോ കടുവയെ പിടിക്കാൻ ഉത്തരവ് നൽകിയെന്നും AK ശശീന്ദ്രൻ. കടുവയെ കൂടുവെച്ച് പിടിച്ചോ വെടിവെച്ചോ പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളതുമായി സഹകരിച്ച്, കാരണം പുറത്തു വന്ന് ആക്രമിച്ചതല്ല എന്നൊരു പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ അത് ആ നിലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. കുടുംബത്തിന് 11 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനം. 5 ലക്ഷം ഇന്ന് തന്നെ കൈമാറും. മക്കളിൽ ഒരാൾക്ക് ജോലി നൽകാനും തീരുമാനമായി. ഈ ഉറപ്പിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കടുവയെ വെടിവെക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കി. പ്രദേശത്ത് കൂടുകൾ സ്ഥാപിച്ചു. ഡ്രോൺ പരിശോധനയും തുടങ്ങി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ അമ്മായിയാണ് കൊല്ലപ്പെട്ട രാധ. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണണമെന്ന് മിന്നുമണി അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വയനാട്ടിൽ 8 പേരെയാണ് കടുവ കൊന്നത്. പുൽപ്പള്ളിയിൽ വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയെ പിടികൂടി 9ാം ദിവസമാണ് കടുവയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടമാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കടുവയെ കൂടുവെച്ച് പിടിക്കുന്നതിനാണ് പ്രഥമ പരിഗണന. സ്ഥലത്ത് RRT സംഘം കൂട് സ്ഥാപിച്ചു. ഡ്രോൺ പരിശോധനയും നടക്കുകയാണ്. 3 മണിക്ക് ശേഷവും സ്ഥലത്ത് കടുവയെ കണ്ടെന്ന് നാട്ടുകാർ ന്യൂസ് 18നോട് പറഞ്ഞു. അത് ഇവിടുന്ന് ബോഡി കിടന്ന സ്ഥലത്തോട്ട് പോയത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ കണ്ടിട്ട് അവിടുന്ന് ഈ വലിച്ചുകൊണ്ട് പോയ പാട് നോക്കിയിട്ട് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു കടുവ. കിടക്കുന്ന ഒരു ഗർജനം കേട്ടു. നമ്മളത് കാര്യമാക്കില്ല. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു സൗണ്ടും കൂടെ കേട്ടിട്ട് നോക്കും മുമ്പിൽ പോയ ആൾ നോക്കും തൊട്ട് മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു 10 മീറ്റർ അകലമുള്ളൂ. അവിടെ കിടക്കുമായിരുന്നു. അത് എണ്ണീറ്റിട്ട് മെല്ലെ മേലോട്ട് നടന്നു പോയി. മുമ്പിൽ പോയ ആൾ കടുവ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഓടിയപ്പോൾ ഞാനവിടെ പെട്ടുപോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓടി ഇവിടെ വന്ന് ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു അവിടെ ഉണ്ട് സാധനം കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ചെന്ന് തോന്നുന്നു. ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അങ്ങനെയാണ് വന്നതെന്ന് തോന്നുന്നു. കണ്ടിട്ട് നടന്നു പോയത് മെല്ലെ നടന്ന് മാറി. അതിലും കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഞങ്ങൾ ഓടി നടന്നു. പിന്നെ അത് പോകുന്നത് നോക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മളതിനെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 2-3 മീറ്റർ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ റിട്ടേൺ ഓടിപ്പോകുന്നു. വലിയ വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് പോയിട്ടില്ല. എന്തായാലും ഈ കാട്ടിൽ തന്നെ ഉണ്ട് സാധനം. അത്ര അടുത്തുണ്ട്. ഒരു 20 മീറ്റർ ഗ്യാപ്പിൽ തന്നെ ആ സാധനം ഉണ്ടായിരുന്നു. അതിപ്പോ സംഭവം നടന്നിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ അല്ലേ? ഇപ്പം ഞാൻ 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. 3 മണിക്ക് ശേഷമായിരുന്നു കണ്ടത്.